എടാ ഇത് ആർക്ക് കാണാനടാ ഈ മുടി ചെയ്യലും മുഖമ്മിനൊക്കെ ചെയ്യുന്നത്? 50 കഴിഞ്ഞ് ആൻറ്റി കാണിക്കാനോ? എൻ്റെ ചേട്ടാ 10-15 സുന്ദരികളുണ്ട് തലയ്ക്ക് മീതെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അവർ നോക്കുമ്പോൾ നമ്മൾ ഡീസൻ്റായിട്ട് നിൽക്കണ്ടേ? ആൻറ്റിയേ, ആൻറ്റിയേ, എടാ അവരാരെങ്കിലും നിന്നെ കണ്ട് പ്രവചിച്ച് നിന്റെ കൂടെ വരുമോ? അവർക്ക് കാണാൻ വേണ്ടിയാ നമ്മള്, നമുക്ക് കാണാൻ വേണ്ടിയാ അവര്. പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ലേ, മിറാക്കിൾസ്. MBBS പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണ് ഓട്ടോ ഡ്രൈവറോട് പോയത് ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചതാ. ഇട നീ ഒന്ന് കെട്ടിയതല്ലേടാ? ഓ, അതിനിപ്പോ എന്താ? ആ ആന്റിയേ, ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുണ്ടേ, പോണം. എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാ പറ. അയ്യോ, ഇന്ന് ഞങ്ങൾക്ക് പച്ചക്കറിയൊന്നും വേണ്ടായിരുന്നല്ലോ ഗോവിന്ദ. എന്റെ പൊന്നാന്റി അങ്ങനെ പറയല്ലേ. നിങ്ങളെ പോലെ പേയിങ് ഗസ്റ്റുകളെ വെച്ച് ഹോസ്റ്റലിൽ നടത്തുന്ന 4-5 വീട്ടുകാരെയും ഓർത്ത് മാത്രമാ ഞാൻ ഈ കാളിയാമ്പുഴയെന്ന് ചരക്കുമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം വേറൊരു വണ്ടി വന്നു. അതിന്ന് ഞങ്ങൾ കുറെ വാങ്ങിച്ചായിരുന്നു, വില കുറച്ച് കിട്ടി. എന്റെ ആന്റി വേണ്ട, ഞാൻ വിവരം നേരത്തെ പറഞ്ഞേക്കണേ. ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ? സെൽഫോൺ ഉണ്ടല്ലോ, എന്റെ നമ്പരും അറിയാം. നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല ഗോവിന്ദ. അല്ല പിന്നെ അതെ, വേറെ വാങ്ങിക്കുന്നെങ്കിൽ അവിടെ തന്നെ സ്ഥിരമായിട്ട് വാങ്ങിച്ചോണം. ഞാൻ 10-40 കിലോമീറ്റർ അകലെന്ന് ഇതെല്ലാം വാരി കെട്ടിക്കൊണ്ട് വരുന്നേ നിങ്ങളുടെ ഓർഡർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം. എന്റെ ആന്റി വിഷം തളിക്കാത്ത നല്ല 1-ാം തരം ഓർഗാനിക് പച്ചക്കറിയാ. ശരി ശരി, ഒരു കൊലയും കുറച്ച് വെണ്ടയ്ക്കയും കോവയ്ക്കയും വെള്ളരിക്കയും എല്ലാം കൂടി എടുക്ക്. ചേച്ചി കൊട്ട എടുത്തോണ്ടോ? ആ ഗൗരി, ഗൗരി. അതെ, നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ ഞാൻ ഈ കച്ചവടം അങ്ങ് നിർത്തും. എനിക്ക് ചിട്ടി ഇൻഷുറൻസ് മാത്രം മതി. എന്നെ വിളിച്ചോ? ആ പച്ചക്കറി കൊട്ടയും എടുത്തോണ്ട് വാ. ഗൗരി എവിടെ? അവളകത്ത് പണിയില്ല. എന്താ വിളിക്കണോ? വേണ്ട, നീ ഇങ്ങ് എടുത്തോണ്ട് വന്നാ മതി. എല്ലാം കൂടെ എന്റെ തലയിലോട്ട് കെട്ടി വെക്കണ്ട, ഞാൻ പറയാം എന്താ വേണ്ടേന്ന്. കായ ഒരു 5 കിലോ. ആ പടവല് 3 എണ്ണം എടുത്തോ. 3 എണ്ണം. മത്തന് 2 എണ്ണം. മുരിങ്ങയ്ക്ക കുറച്ചിങ്ങ എടുത്തോ. സാമ്പാർ കിറ്റ് ഉണ്ടെങ്കിൽ എടുത്തോ. തൂക്കം കറക്റ്റ് എന്നെന്തോ. ₹560 പച്ചക്കറി, ചിട്ടി 750. അതെ, LIC അടുത്ത മാസം അടയ്ക്കണം, അത് മറക്കരുത്. എണ്ണി നോക്ക്. അത് മറ്റന്നാ വരണോ വേണ്ടയോ? ഇപ്പൊ വരണം. എനിക്ക് വേണ്ടെങ്കിൽ ഗോവിന്ദൻ പച്ചക്കറി കൊണ്ടുവരില്ലേ? ആന്റി, എനിക്ക് വലിയ ലാഭമൊന്നുമില്ല. സത്യം പറഞ്ഞ നഷ്ടക്കച്ചവട. പിന്നെ കുറെ കാലമായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു തൊഴിലാണല്ലോ എന്ന് വിചാരിച്ച് മാത്രമാ ചെയ്യുന്നത്. മറ്റന്നാൾ വാ.